Hello everyone, welcome back to my channel Sadhna Movies Reaction. So guys, today I'm going to react on introduction scene of Avesham movie starring Fahad Fazil. But if you came here for the first time, hi, I'm Sadhna. I do reaction here on movie scenes. If you're interested in watching this kind of video, please do consider subscribing. Also follow me on Instagram, link will be in description box. But for now, let's start. Learning to ഇതല്ലല്ലോടാ അത് ഇത് വേറെ അമ്മ. മോൻ പഠിച്ചിട്ട് ഇതുപോലെ തോരണം ഉണ്ടാക്കിയാൽ മതി കേട്ടാ. ശരിയമ്മ. അച്ഛാ, അത് എൻ്റെ ഫ്രണ്ടാ. അങ്ങോട്ട് നമസ്കാരം. നമസ്കാരം. നിങ്ങളും ഇല്ല ഇങ്ങനെ പരിചയം? അത് ഞങ്ങള് കലോത്സവത്തിന് ആലപ്പുഴ ഷാരോന്റെ വീട്ടിൽ പോയപ്പോഴുള്ള പരിചയം. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഓ, സമയമല്ലേ, ഇന്ന് പോവാം. എന്നാൽ നിങ്ങൾ ഹോസ്റ്റലിലേക്ക് വന്നു. നമസ്കാരം, ഞാൻ ഈ കോളേജിലെ ക്ലർക്കാണ്. BK എന്നാ പേര്. നിങ്ങൾ മലയാളികളായോണ്ട് പറയുന്നതാണ്. ഇവിടുത്തെ കോളേജിലെ ഹോസ്റ്റൽ അത്ര പോരാ. എന്താ? ഭയങ്കര കള്ളുടിയും കഞ്ചാവൂലിയും അടിപിടിയും ആരും പാണിയേച്ചി. അയ്യോ നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ അടുത്ത് BK എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലുണ്ട്. ഇവിടെ ഫുൾ സ്ട്രിക്റ്റ് ആണ്. മലയാളി ഫുഡാണ്. പിന്നെ ഞാനവിടെ ഫുൾ ടൈം കാണുമല്ലോ. പുറത്തൊക്കെയാണെ കാശ് കൂടത്തില്ലേ? അയ്യോ ഇല്ല, ഇവിടത്തേക്കാൾ കുറവാ. കോളേജ് ഹോസ്റ്റലിൽ തന്നെ വിട്ടാ പോരെ? ഞാൻ എന്തായാലും എന്റെ മോനെ അവിടെ ചേർക്കുന്നുള്ളൂ. പിന്നെ അങ്ങനെ ഇവിടെയൊക്കെ പിള്ളേര് ഭയങ്കര വലിയ this is what they wanted. ഇവിടെ തന്നെ. ഓ ശരി സാർ. സ്റ്റെപ്പ് കയറി പോലെ. എൻ്റെ കൂടെയാണ് കിടക്കുന്നേ. അതെൻ്റെ പെട്ട ശാന്തൻ. ആരി അല്ല, ഞാന് ബിബി. ആ, അജു. ഞാനിവിടെ വന്നിട്ട് 10-36 കൊല്ലമായി. ചേച്ചി ഒന്നും പേടിക്കണ്ട, നല്ല അന്തസ്സുള്ള സ്ഥലത്ത് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. അമ്മ, ഇത് ശാന്തൻ. ആ അറിയാം, മോൻ എപ്പോഴും പറയാറുണ്ട്. ആര്? ബിബി മോൻ ഹാപ്പി അല്ലേ? എന്തിന് അമ്മ? നമുക്ക് ഇറങ്ങാം, ട്രെയിനിന് സമയമായി. അമ്മ, ട്രെയിൻ കയറിയിട്ട് വിളിക്കാട്ടാ. മോനെ ഇതും കൂടെ വെച്ച്. ചേച്ചി ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ ക്ലീനിങ്ങിന് ഒരാൾ വരും, അപ്പോൾ അയാൾക്ക് കൊടുക്കുക 1000. അങ്ങനെ ഉണ്ട്, അതിനുള്ളതാ. ശരി ചേച്ചി, അപ്പോൾ ബൈ. മോനെ കൈ. ഇല്ലടാ, വന്ന് കയറിയല്ലേ ഉള്ളൂ, സമയമുണ്ടല്ലോ. അതെന്ത് ചോദ്യടാ? പിന്നെ ബാംഗ്ലൂർ വന്നിട്ട് 2 എണ്ണം അടിക്കാതെ എങ്ങനെടാ കിടന്ന് ഉറങ്ങുന്നേ? ഇവിടെ അടുത്ത് കിട്ടും, കുണ്ടലഹള്ളിയിൽ. മാം, യൂണിഫോം കം. ഒന്ന് പോടാ ഇറക്കാം. മാം, മലയാളി. ശാന്തകുമാരൻ മലയാളി. പിന്നെ എവിടെ സീനിയേഴ്സ് അവര് പറഞ്ഞ പോലെ ചെയ്താ പോരായിരുന്നു. അവന്മാർ പറഞ്ഞല്ല, ഞാൻ ചെയ്ത്. പാട്ട് പാടാൻ പറഞ്ഞപ്പോ പാട്ട് പാടി, എന്നിട്ടും അടിച്ച്. കേസ് കൊടുക്കേണ്ട പരിപാടി അളിയത്. ആരാ മാര്? ഇവിടെ മറ്റേ കുട്ടിയും ഗ്യാങ്ങും ഇല്ല എളിയ. അവന്മാർ ഇവിടുത്തെ വലിയ എന്തോ ആണ്. എടാ, നിനക്കൊക്കെ ഇവിടുന്ന് മര്യാദയ്ക്ക് പഠിച്ചിറങ്ങണം. എന്നാ കിട്ടിയടിയും മേടിച്ചോണ്ട് മിണ്ടായിരുന്നു. ഇന്ന് അവന് കിട്ടി, നാളെ നമുക്ക് കിട്ടും. അപ്പോഴോ? അല്ല, ഈ കിട്ടാനുള്ളത് കിട്ടിയെങ്കിൽ സമാധാനമായിട്ട് കോളേജിൽ പോയിരുന്നു. ഈ സീനിയേഴ്സിന്റെ ഏറ്റവും വലിയ ധൈര്യം എന്താണെന്ന് അറിയാവോ? അവന്മാർ 2-3 വർഷമായിട്ട് ഒരുമിച്ചുള്ളതുകൊണ്ട് അവന്മാർ തമ്മിലൊരു ബന്ധമുണ്ട്. ഈ ജൂനിയേഴ്സ് പല സ്ഥലത്തു നിന്ന് വരുന്നവരായതുകൊണ്ട് അവർക്ക് ആ ബന്ധം ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ 22 പേരും സെറ്റാണ്. നമ്മൾ ഒരുമിച്ച് നിന്ന് അവന്മാരെ കാട്ടിയും വലിയ ഗ്യാങ്ങുമാണ്. ആ സൂപ്പർ. നിനക്ക് നേരത്തെ പറഞ്ഞൂടായിരുന്ന? ഞാൻ അവന്മാരെ അടി വെറുതെ വാങ്ങിച്ചു കൂട്ടി. പോട്ടാ, കിട്ടിയത് കിട്ടി, പോട്ടെ. അല്ല, നീ ഏത് പാട്ടാ പാടിയേ? അടിച്ച താങ്ക മാട്ടേ 4 മാസം പാടാൻ പറ്റിയ പാട്ട്. നീ എന്താ പറഞ്ഞിരുന്നല്ലോ? നാളെ മുതൽ നമ്മൾ 22 പേര് ഒരൊറ്റ ഗ്യാങ്. ഒരുത്തനെയും പേടിക്കാൻ പോണില്ല. അവന്മാരുണ്ടോ കുട്ടിയും ഗ്യാങ്? ഒന്നപ്പുറം വരെ പോയതാ. സീനിയേഴ്സാന്ന് തോന്നുന്നു. അമ്മാരുടെ അടുത്ത് പേര് വെച്ചു. ഞാൻ പറഞ്ഞു നീ ഇവിടെ ഇല്ലേന്ന്. എടാ നിനക്ക് ആ പേരങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? എന്തുവാ ശാന്തനെന്നോ? ഒന്ന് പോടാ ഇറക്ക. എടാ നിനക്ക് എന്താ
എനിക്കെന്തെന്നാ എടാ നീയല്ലേടാ ഇന്നലെ പറഞ്ഞ നമ്മൾ 2 പേരുണ്ട് വലിയ ഗ്യാങ് ആണ് അവന്മാർ ഒന്ന് കെട്ടായിട്ട് നിൽക്കണമെന്നൊക്കെ എന്നും പറഞ്ഞോണ്ട് ആവശ്യമില്ലാത്ത വള്ളി മൊത്തം പിടിച്ചോണ്ടിരാൻ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പേടിക്കണ്ട. അവന്മാർക്ക് ഹോസ്റ്റലൊന്നും അറിയത്തില്ല, അവന്മാർ ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. അവന്മാരാന്ന് തോന്നില്ല വരുന്നത്. റൂമിലോട്ടോ എന്തിന്? ഞാനൊന്നും വരത്തില്ല. പറയുന്ന കേട്ടാ മതി. ഇല്ല സീനിയേഴ്സാണ് പറഞ്ഞത് കേട്ടാ മതി. ചേട്ടാ സീനിയർ ഒക്കെ കോളേജ്, ഇത് ഹോസ്റ്റലാണ്, നിങ്ങൾ ചെല്ലാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അതാണോ കുട്ടി? സുഹൃത്തുക്കളെ, ഒടുവില സമയം വന്നെത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരു ഗ്യാങ് ആയിട്ട് നിൽക്കേണ്ട സമയം. എന്തായാലും അവന്മാരൊന്നും തിരിച്ചു വരും. പക്ഷേ ഇന്നത്തെ രാത്രി നമ്മൾ അതിജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുത്തരും നമ്മളെ തൊടൂല. ഒന്ന് ചേച്ചി പോടാ, ആ കുട്ടിയെടുത്ത് എങ്ങനെ എടുത്താണ് ഉടക്കിയിരിക്കുന്നത്. എല്ലാവരും അവന്മാർ പിടിച്ചിരിക്കും. ആരായാലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നേരിടും. നിങ്ങളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് പോയി ഇടി വാങ്ങിച്ചാൽ മതി. എനിക്ക് കിട്ടാളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇടി വേണ്ടാത്തവന്മാരൊക്കെ എൻ്റെ കൂടെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. 18 ഒരു ചെറിയ നമ്പറല്ല. നമ്മളവന്മാരെ നേരിടും. അതിന് ആയുധങ്ങൾ വേണം. കണ്ണി കാണുന്ന കമ്പടി എല്ലായിടത്തും. ടൂൾസിന് ഒരു കുറവും പാടില്ല. അടിയെങ്കിൽ അടി. ഇതോടെ വേറെ കൂട്ടിയിട്ട് ഹോസ്റ്റലിൽ എത്തിക്കോ? അല്ല, ഒരു സേഫ്റ്റിക്ക്. സേഫ്റ്റിയോ? ഇത് പാമ്പൊല്ലും കയറി അല്ല, സീനിയേഴ്സ് അവന്മാരെ അടിക്കാൻ വരുന്നുണ്ടോ? യാറത്രേ നന്ന ബാംഗ്ലൂരു. എടാ 10-36 കൊല്ലമായി ഞാനിവിടെ വന്നിട്ട്. അത്യാവശ്യം ചെറിയ സെറ്റപ്പൊക്കെ എൻ്റെ കയ്യിലും ഉണ്ട്. എൻ്റെ നെഞ്ചത്തി ഔട്ടാ നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. അത് മതി കേട്ടോ, ഒന്നും പേടിക്കാനില്ല, ധൈര്യമായിട്ടിരിക്കും കേട്ടോ. BK hostel. എല്ലാം ഓക്കെ അല്ലേ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഓൾ ക്ലിയർ. ഓവർ. ഓക്കെ അല്ലടാ? എടാ എല്ലാം ക്ലിയർ ആടാ. ഓവർ. Over. Oh my god. നീ ഉടുപ്പൊക്കെ ഇരിക്കോ, പോവാം. നിനക്കെന്താ പേടിയും വേദനയൊന്നും ഇല്ലേ? നീ എന്താടാ കരയാത്തെ? അവന്മാർ കൊല്ലൊന്നുമില്ലല്ലോ. ഇല്ലായിരിക്കുമല്ലേ? നീ കരഞ്ഞായിരുന്നോ? ചേട്ടാ ഇനി എന്നെ തല്ലല്ലേ? അയ്യോ എന്നെ വിട്ടേ ചേട്ടാ. പുള്ളി അതാ ചേട്ടാ. ഇനി തല്ലല്ലേ ചേട്ടാ. ആ ബോളിങ് കിട്ടെ.
മക്കളെ ഇനി മുതൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ കുട്ടിയായിട്ടുണ്ടാവും. കോളേജിൽ നിങ്ങൾ ഒരുത്തനും ഒന്നും ചെയ്യില്ല. ചേഴ്സ്. എടുക്കണ എടുത്ത് കഴിക്കുന്നങ്ങള്. ഇനി മുതൽ കുട്ടിയാട്ടിന്റെ പിള്ളേരെ നിങ്ങള്. നൊന്ത് കിട്ടോ? सो गाइस जैसे कि हमने इंट्रोडक्शन सीन देख लिया है आवेशम मूवी का विच इज लुकिंग क्वाइट फैंटास्टिक. जनरली क्या होता है whenever I have seen any Malayalam movies, like most of the time it will happen that whenever I'll see like first part will be like they are setting base. Here also they are setting base, but this base was really very entertaining. Okay, it is not like dragging or like nothing like that, and setup also happened at the same time. Like I enjoyed this introduction scene a lot, like how they got admission and all. But I was waiting for Fafa's entry, but it didn't happen in first introduction scene. But let's see, for him they will make another introduction scene and I'm excited for that also. But if we'll talk about first scene, that is introduction scene, in that scene first they wrecked and then they took revenge and then now they became friends. Wow. Okay, but yeah, it is looking fantastic, interesting. Like रैगिंग के केसेस लाइक होते हैं हमेशा, हर कॉलेज में रैगिंग्स वगैरह होती है लाइक जूनियर्स के एंड ऑल. बट आई डोंट नो हियर, आई हैवंट सीन मच, आई हैवंट हर्ड अबाउट इट मच, क्योंकि हमारे यहाँ पे जितने भी कॉलेजेस हैं इनमें रैगिंग नहीं होती है. बट ठीक है, लेट्स सी. अब वो कह रहे हैं कि वो फ्रेंड है, बट उनमें से एक है जिसको बहुत बुरा लग गया है. ही इज़ फीलिंग सो सैड एंड ही इज़ सो मच एंग्री. लेट्स सी व्हाट विल हैपन नाउ, हाउ ही विल टेक रिवेंज और व्हाट विल हैपन, व्हाटएवर विल हैपन इन second scene we will see that. But introduction scene was quite interesting, amazing. I enjoyed it. What about you guys? Did you like my reaction? Comment down below. If you like this video, give it a thumbs up, subscribe my channel. I will see you super soon in next part. Till then, bye bye.